എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 12-ാം തീയതിയിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പുതിയ പരിശീലകൻ ആരാണ്? ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പുതിയ പരിശീലകൻ ആരാണ്? ഹരേന്ദ്ര സിംഗ് ആണ്. ആരാണ്? ഹരേന്ദ്ര സിംഗ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ 12-ന് ഏത് കവിയുടെ 151ാമത് ജന്മവാർഷികമാണ് ആഘോഷിച്ചത്? 2024 ഏപ്രിൽ 12-ന് ഏത് കവിയുടെ 151ാമത് ജന്മവാർഷികമാണ് ആഘോഷിച്ചത്? പ്രശസ്ത കവിയായ കുമാരനാശാന്റെയാണ്. മറന്നു പോകരുത്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഓണററി പുരസ്കാരത്തിന് അർഹനായ ഹോളിവുഡ് താരമാരാണ്? 77ാമത് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഓണററി പുരസ്കാരത്തിന് അർഹനായ ഹോളിവുഡ് താരമാണ് ജോർജ് ലൂക്കാസ്. ആരാണ്? ജോർജ് ലൂക്കാസ്. നമ്മുടെ നാലാമത്തെ ചോദ്യം, 2024 ഏപ്രിലിൽ മാരകമായ മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും കൂടിയതോടുകൂടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ആഫ്രിക്കൻ രാജ്യം? 2024 ഏപ്രിലിൽ മാരകമായ മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ആഫ്രിക്കൻ രാജ്യം ഏതാണ്? സിയാറ ലിയോൺ. ഏതാണ്? സിയാറ ലിയോൺ. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായുള്ള GST വകുപ്പിന്റെ ആപ്ലിക്കേഷൻ. ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ചിട്ട് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായിട്ടുള്ള GST വകുപ്പിന്റെ ആപ്ലിക്കേഷനാണ് ലക്കി ബിൽ ആപ്ലിക്കേഷൻ. ഏതാണ്? ലക്കി ബിൽ ആപ്ലിക്കേഷൻ. നമ്മുടെ ആറാമത്തേത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശു ഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനായുള്ള പദ്ധതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശു ഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനായുള്ള പദ്ധതിയുടെ പേരാണ് ദേവഹരിതം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതും ഓർത്തിരിക്കുക. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായ വ്യക്തി ആരാണ്? ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായ വ്യക്തി ആരാണ്? സോനം വാങ്ച. ആരാണ്? സോനം വാങ്ച. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടനയായി മാറുന്നത് വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ ആണ്. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് വേണ്ട ഒരു റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. റൂട്ടഡ് ആപ്പിൽ ഈ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ LDCയുടെ ഫ്രീ ക്ലാസ്സുകൾ റൂട്ടഡ് ആപ്പിൽ റൺ ചെയ്യുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളത് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. താങ്ക്